ഈ പൊള്ളുന്ന വെയിലത്തും വീട് നല്ല കുളിർമയുള്ളതാക്കാം. വെറും 800 രൂപ മതി. ഒരു പരസ്യമൊന്നും അല്ല കേട്ടോ, കാര്യമുണ്ട്. പുറത്തെ പൊള്ളുന്ന ചൂടൊന്നും കുരിയച്ചിറ നെഹ്റു കോളനിയിലെ സീഡിസ് കറിയെ അലട്ടാറില്ല. AC ഇല്ലാതെ തന്നെ കുളിർമയുള്ള തന്റെ ഓഫീസിലും കിടപ്പുമുറിയിലും സുഖമായിരിക്കാം. ശീതീകരിക്കാൻ ചെലവ് വെറും 800 രൂപയിൽ താഴെയാണ്. സ്കറിയ, ഞാൻ ഇവിടെ നെഹ്റു നഗറിൽ പ്ലോട്ട് നമ്പർ 62 താമസിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ AC ഉപയോഗിക്കാതെ ACയുടെ കറണ്ട് ACക്ക് വേണ്ടിയിട്ട് കറണ്ട് ഉപയോഗിക്കാതെ AC ഉപയോഗിക്കുന്നു എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളതായിട്ടൊരു സന്തോഷമുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നടത്തുകയായിരുന്ന സ്കറിയ മുമ്പൊരു കടുത്ത വേനലിലാണ് ചൂട് കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിച്ചത്. നമുക്കിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സീലിംഗ് മുഴുവനും ചൂട് പിടിക്കുക. ആ ചൂട് പിടിക്കുന്ന സമയത്ത് നമ്മൾ ഫാൻ ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റൂം മുഴുവനും ആ ഫാനിൻ്റെ കാറ്റ് റേഡിയേറ്റ് ചെയ്ത് നമ്മുടെ മേശ, കട്ടില്, കസേര ഇതെല്ലാം ഒന്ന് ചൂട് പിടിക്കുക. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഞാൻ ചെയ്യുന്ന സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോക്കനട്ട് പിത്ത്, തെങ്ങോലയും ചിരട്ടയും വൈക്കോലും ഒക്കെ ഇട്ടുള്ള പരീക്ഷണം ഫലിച്ചില്ല. വീടിന് സമീപം മാവ് നട്ട് ശിഖരങ്ങൾ മേൽക്കൂരയിലേക്ക് പടർത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടപ്പോഴാണ് ചകിരിച്ചോറിനെ പറ്റി കേട്ടറിഞ്ഞത്. പലതും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പല സമയത്തും പല കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ ആയിട്ട് ഞാൻ ചിരട്ട ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഓല ഉപയോഗിച്ചിട്ടുണ്ട്, മടൽ ഉപയോഗിച്ചിട്ടുണ്ട്, വൈക്കോൽ ഉപയോഗിച്ചിട്ടുണ്ട് ഓരോ കൊല്ലങ്ങളിലായിട്ട്. പക്ഷെ അതൊന്നും ഇത്ര സക്സസ്ഫുള്ളായിട്ടില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ചകിരിച്ചോറാണ് ആയിരുന്നു. ആരോ ഒരാൾ എന്നോട് പറഞ്ഞു ചകിരിച്ചോറാണ് ഇതിന് നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ കണ്ടശാങ്കട വന്ന് ചകിരിച്ചോറ് കൊണ്ടുവന്നു. പക്ഷേ അന്ന് ചകിരിച്ചോറ് റോയിലായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരാനുള്ള പെട്ടിവണ്ടി കൂലി, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇറക്കുന്ന കൂലി, അത് കഴിഞ്ഞ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന കൂലി ഒക്കെ ആയിട്ട് വളരെ വില അധികം വന്നിരുന്നു. പക്ഷേ എന്നാലും റൂമിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ സീലിംഗ് കൂളാവുകയും നമ്മൾ ഫാൻ ഓൺ ചെയ്യുന്ന സമയത്ത് ആ കൂളിംഗ് എഫക്റ്റ് ഏകദേശം ഒരു AC തരുന്ന എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യുകയായിരുന്നു. ഇനി നമുക്ക് AC അതെങ്ങനെയാണ് AC വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കാണാം. ഇതിപ്പോൾ ഒരു 2 മാസം മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഈ മാവ് മുഴുവനും വന്ന് ഒരു ഗാലറി പോലെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ മാവൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇട്ടതാണ്. ഇത് ഏകദേശം 2 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതുണ്ടാവുക. നഴ്സറികളിൽ നിന്നും മറ്റും വാങ്ങാൻ കിട്ടുന്ന ചകിരിച്ചോറും ടാർപോളിനും മതി. കട്ടയായി കിട്ടുന്ന 5 കിലോ ചകിരിച്ചോറിന് വില വെറും 130 രൂപ. ശരാശരി വലിപ്പമുള്ള ഒരു മുറിക്ക് ഇത്തരത്തിലുള്ള 2 കട്ട മതി. ടെറസിന് മുകളിൽ ടാർപോളിൻ വിരിച്ച് അതിനു മുകളിൽ നനച്ചു പൊടിച്ച ചകിരിച്ചോറ് 1/2 ഇഞ്ച് കനത്തിൽ ഇടുക. അതിനു മുകളിലും ടാർപോളിൻ ഇടുക. ആഴ്ചയിൽ 1 കിലോ മറ്റോ നനച്ചാൽ മതി. ഭാരത്തിന്റെ 10 ഇരട്ടി വെള്ളം സംഭരിച്ചു വെക്കുന്ന ചകിരിച്ചോറിൽ നിന്ന് മുറിയിലേക്ക് തണുപ്പിറങ്ങും. ഫാൻ ഇട്ടാൽ മുറിയിൽ കുളിർമയുള്ള കാറ്റ് കിട്ടും. പകൽ ജനലുകൾ അടച്ചിട്ട് മുറിയിലേക്ക് ചൂട് കയറാതെ ശ്രദ്ധിക്കണം. ചകിരിച്ചോർ വർഷങ്ങളോളം കേടാകില്ല. മഴക്കാലത്ത് മാറ്റേണ്ടതുമില്ല. ടാർപോളിൻ ഉള്ളതിനാൽ ടെറസിൽ ചകിരിച്ചോറിന്റെ കറയും പിടിക്കില്ല. ഇതാണ് നമ്മുടെ AC. ഇത് ആദ്യം നമ്മൾ ഒരു ടാർപോളിൻ ഇട്ടു. എന്നിട്ട് അതിൻ്റെ മീതെ ഈ ബ്രിക്കറ്റ് വെച്ചു, 5 കിലോൻ്റെ ബ്രിക്കറ്റ് വെച്ചു. അതിനുശേഷം ഹോസ് പൈപ്പ് അതിൻ്റെ മീതെ വെച്ച് നനച്ചു കഴിയുമ്പോൾ അതിങ്ങനെ കുതിർന്ന് ഒരു ചെളി രൂപത്തിലാവും. അതൊരു 1/2 ഇഞ്ച് പാകത്തിൽ നമ്മൾ പരത്തുന്നു. ഇത് മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഷീറ്റ് കൊണ്ട് നമ്മൾ അടയ്ക്കുന്നു. നമ്മുടെ സീലിങ്ങിൽ ഇത് ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ അവിടെ ഫാൻ ഓൺ ചെയ്യും. അപ്പോൾ ആ സീലിങ്ങിൻ്റെ കുളിർമ നമുക്ക് നമ്മുടെ മുറിയിൽ ഒരു AC ഇഫക്റ്റ് ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. ആർക്കും ഇത് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. 10 ഡിഗ്രിയോളം ചൂടും വൈദ്യുതി കുറയ്ക്കാമെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഏതായാലും 20 കൊല്ലമായി തുടരുന്ന ഈ സ്കറിയ ടെക്നിക്ക് പരീക്ഷിച്ചവർ നിരവധി പേരാണ്.